കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ്, കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8008000120. ഇത് നീ മനഃപൂർവ്വം ചെയ്താണോടി? കൊന്നുകളയും ഞാൻ. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആവായിരുന്നല്ലോ. ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. പിന്നെ ഇന്ന് മാത്രം എത്ര പ്രത്യേകത? എനിക്കറിയില്ല. ഇനി ഇന്നത്തെ കാലത്ത് പെണ്ണിന്റെ ആണിന്റെ സമ്മതത്തോടെ ഒന്നിച്ച് മുറി കഴിയുന്ന അത്ര വലിയ പ്രശ്നമൊന്നും അല്ല. എന്നാ അതൊന്ന് അങ്ങോട്ട് വന്ന് പറ. എവിടെയാ അവൻ? വിളിച്ചോണ്ട് വാ കൊച്ചേ. നീ വാ. ആഹാ, വാ 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 വാ. തലയിൽ മുണ്ടിട്ടോണ്ട് വന്നവനെ ഞങ്ങളൊന്ന് കാണട്ടെ. ഇവനായിരുന്നു ആള്. അപ്പൊ നീയാണല്ലേ വന്നത്? ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. കൊള്ളാലോ, ഇങ്ങോട്ട് വാടാ. തലയിൽ മുണ്ടിട്ടോണ്ടല്ലടാ ഞാൻ വന്നത്. ദേ എന്റെ വണ്ടി അടക്കുന്ന കണ്ടില്ലേ, അതിനകത്ത് തന്നെയാ ഞാൻ വന്നത്, ആണിനെ പോലെ. ആഹാ, ഈ ആണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ടല്ലേ? ആ വരുന്നുണ്ട്, ഇനിയും വരും. തനിക്കൊക്കെ എന്തേലും പറയാനുണ്ടോ? നിർത്തടാ. മാന്യന്മാര് താമസിക്കുന്ന ഏരിയ ഇത്. ഇവിടെ വരുത്തും പോക്കുള്ള ഒരേ ഒരു വീട് ഇതാ. എന്നിട്ട് നീ ആളാവാൻ നോക്കുന്നോ? ആളായ നീ എന്ത് ചെയ്യോടാ? കീറിക്കളയും ഞാൻ, വിട്ടു പൊക്കോണമെല്ലാം. എന്താ അറിയൂടെ തന്നെ? പോലീസ് സ്റ്റേഷനിൽ വെച്ചും പിന്നെ കോടതിയിൽ വെച്ചും ഒക്കെ നമ്മൾ പരസ്പരം കണ്ടതാ. ലോക്കപ്പിൽ കിടന്ന് എന്നെ കാണാൻ നീ 2 തവണ വന്നിരുന്നു. ഓർമ്മയുണ്ടോ അതൊക്കെ? ചോദിച്ച കേട്ടില്ലടാ, ഓർമ്മയുണ്ടോന്ന്? ഓർമ്മയൊക്കെ കാണും. അവനിപ്പോ പറയാൻ മടിയാ. ഞാൻ പറയിപ്പിച്ചോളാം. എന്താടി നിന്റെ പേര്? ചോദിച്ച കേട്ടില്ലേ? എന്താ നിന്റെ പേരെന്ന് പറഞ്ഞു കൊടുക്കടി. മാനസ. നിന്റെ പേര് നാളൊക്കെ ഞങ്ങൾക്ക് അറിയാടി. ഇവനിവിടെ വന്നു പോകുന്നതും മനസ്സിലാക്കിയിട്ടാ ഞങ്ങൾ കിടക്കുന്നത്. മാർഗോ, വെറുതെ സീനുണ്ടാക്കരുത്. സീനുണ്ടാക്കിയ നീ ആൾക്കൂട്ടത്തിനിടയിലിട്ട് തല്ലോ. എങ്കിൽ പിടിക്കടാ, പിടിക്കടാ. ഇപ്പൊ ആയുധം ഉണ്ടല്ലോ നിന്റെ കയ്യില്, ആരും തടയാൻ വരില്ല. നിന്റെ ചങ്കിന് ഉറപ്പുണ്ടോ ഇതെന്റെ ചങ്കിലേക്ക് കുത്തി ഇറക്കാൻ? ഇറക്കടാ. എടാ, ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അവളിൽ നിനക്കൊരു കുഞ്ഞുണ്ടായ അവരെ പോറ്റാനും 4 ആളിന്റെ മുന്നിലൂടെ അവരെ ഇറക്കിക്കൊണ്ട് വരാനൊക്കെ തന്റെ ഇടം വേണോടാ. അങ്ങനെയുള്ളവനെയൊക്കെ ആണെന്ന് വിളിക്കാൻ പറ്റൂ. പിന്നെ അല്ലാതെ രാത്രിയുടെ മറവിലും പകലും പാത്തും പതുങ്ങിയും വന്നിട്ട് ആൾക്കാർക്കിടയില് മീശയും പിരിച്ചു നടന്നിട്ടൊക്കെ കാര്യമില്ലടാ. നിന്നെ വേണമെങ്കിൽ ഈ ആൾക്കൂട്ടത്തിനിടയിലിട്ട് പൊതിരെ തല്ലാം എനിക്ക്. നിന്റെ ഈ നിൽക്കുന്ന കാമുകിയുടെ മുന്നിലിട്ട് തന്നെ. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. അതിലും വലുത് നിന്നെ കാത്തിരിപ്പുണ്ട്.
പിന്നെ നീ എന്നെ പെണ്ണുകേസി കുടുക്കി. അതിന് ഞാൻ രക്ഷപ്പെട്ടു. ചില നല്ല ആൾക്കാര് തക്ക സമയത്ത് കോടതിയിൽ വന്നതുകൊണ്ട് അന്നേ ഞാൻ കരുതി വെച്ചതാടാ നിന്റെ ചീട്ട് കീറുമെന്ന്. മാർക്കോ, എടാ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാ നിന്നോട് മാപ്പ് ചോദിക്കാം. ദയവ് ചെയ്താ ഇതിന് വെറുതെ പബ്ലിസിറ്റി കൊടുക്കരുത്. നിർത്തടാ. നിന്റെ മാപ്പ് പറച്ചിലൊന്നും എനിക്ക് കേൾക്കണ്ട. മാർക്കോ മനസ്സിനകത്ത് ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞ പിന്നെ അതിന്റെ അന്ത്യം കാണാതെ ഞാൻ വിശ്രമിക്കത്തില്ലടാ.